ഗൈസ് വെൽക്കം ടു KPK പ്രൊഡക്ഷൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ടൊരു ചെസ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നേക്കണം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കരിയൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനവിടെ ബെഡിനാട്ടോ ചെയ്യണം. അതുകൊണ്ട് പിന്നെ അടിയിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ബെഡിലാണ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള നോയ്സും അതിലത്തെ നോയ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചെസ് ബോർഡ്. ചാമ്പ്യൻ ചെസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ 230 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് തന്നെ. ഓക്കെ, എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ചെസ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്യും. കാരണം കമ്പയറിംഗ് എന്ന് വെച്ചാൽ ബോർഡല്ല, ഈ കരിയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ നേരത്തെ ചെസ് ബോർഡ്. ഇതിപ്പോൾ പുതിയത് മേടിച്ചത്. ഇപ്പോൾ രണ്ടിൻ്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് വലുത്. പക്ഷെ ഉള്ളിൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യം തന്നെ നമുക്ക് നേരത്തെ മേടിച്ചതൊന്ന് ട്രൈ ചെയ്യാം. ഇതാണ് നേരത്തെ മേടിച്ചതിൻ്റെ ഉൾഭാഗം. ഇത് നമുക്ക് നമ്മുടെ പുതിയത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ പുതിയ ചെസ് ബോർഡ് ഇതാണെന്ന് തോന്നുന്ന ബോർഡ്. അതെ കരിയൊക്കെ കുറച്ച് നാടുപാടൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ കരിയൊക്കെ ഞാൻ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ ബോർഡിലെല്ലാവരും ഒന്ന് വെച്ചിട്ടും കാണാം. ഗൈസ്, അപ്പം നമ്മൾ ബോർഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മാഗ്നറ്റൊക്കെയാണ്. ഇത് മാഗ്നറ്റാണെന്ന് വെച്ചാൽ അല്ല, മാഗ്നറ്റ് ചോദിച്ചായിരുന്നു, പക്ഷെ അവിടെ ഇല്ല കേട്ടോ. നമുക്ക് നേരത്തെ മേടിച്ച, അതായത് പണ്ട് മേടിച്ച കാര്യങ്ങളും ഇതിൻ്റെ കാര്യം നമ്മളൊന്ന് ചെയ്തു നോക്കാം. അത് നമുക്ക് ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങാം. അതുകൊണ്ട് നമ്മൾ തേരിൽ നിന്ന് തുടങ്ങിയാണ്. ഗൈസ്, ഇതാണ് 2 തേരും. ഇതാണ് കണ്ടില്ലേ, ഇതാണ് ഞാൻ പണ്ട് മേടിച്ച ചെസ്സിലെ തേര്. ഇതാണ് ഇപ്പോൾ പുതിയത് മേടിച്ച തേര്. രണ്ടും നമ്മൾ റേറ്റിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെക്സ്ചറും അതൊക്കെ വെച്ച് റേറ്റിംഗ് കൊടുക്കുക. റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലും തേരിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ സൈഡിൽ ഇങ്ങനെ ലൈനായിട്ടുള്ള ഇതുള്ളത് കൊണ്ട് എനിക്കത് ഇഷ്ടമായി. പിന്നെ ഇതിൽ അങ്ങനത്തെ ലൈൻസ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഇതിൻ്റെ കളറ് എനിക്ക് ഇങ്ങനത്തെയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ടെക്സ്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ട. അതുകൊണ്ട് ഐ വിൽ ഗിവ് ഇറ്റ് 7 ഔട്ട് ഓഫ് 10. ഇതും കുഴപ്പമില്ല, ഇറ്റ് വാസ് ഓക്കെ, പക്ഷേ ഒരു 5 ഔട്ട് ഓഫ് 10. അടുത്തത് നമ്മുടെ കുതിരയാണ്. ഇതാണ് പണ്ട് മേടിച്ചതിൽ കുതിര. പിന്നെ പണ്ടത്തെ ബോർഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈ കരുവിനൊക്കെ 90 രൂപയാണ് ഇതിന് തന്നെ. ബോർഡിന് 50 രൂപ. ഇതാണ് പുതിയതിൽ നമ്മുടെ കുതിര. രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് നമ്മുടെ ഇതിലെ കുതിരയാണ് തന്നെയാണ്. കാരണം അപ്പുറത്തുള്ള ഒരു ടെക്സ്ചറും ബാക്കിലത്തെ ആ ഒരു മുടിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. ഇതിനൊരു 8 ഔട്ട് ഓഫ് 10. ഇതൊരു 6 ഔട്ട് ഓഫ് 10. ഇനി നമ്മുടെ ആനയാണ്. ആനേൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ബോർഡിൻ്റെ കണക്ക് തന്നെയാണ് ഹൈറ്റ്. ഇതാണ് പുതിയ ബോർഡിൻ്റെ ആന. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് ഫോക്കസ് ആക്കി കാട്ടിത്തരാം. ഫോക്കസ് അവിടെ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുമായിരിക്കും. അപ്പോൾ ഇതിവിടെ കണ്ടോ, ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സൈഡിലൊരു ലൈൻ ഉണ്ടാകും, മറ്റേ ആനേൻ്റെ ഒരു ലൈൻ ഉണ്ട്. പക്ഷേ നേരത്തേതിൽ അതൊന്നുമില്ല. നേരത്തെ പ്ലാസ്റ്റിക് ആണ്, ഇത് വേറെ ഏതോ മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ കളറും ടെക്സ്ചറും ഹൈറ്റ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇഷ്ടമായ. അപ്പോൾ ഒരു 7. ഇതൊരു 5. ഇനി നമ്മുടെ മന്ത്രിയാണ്. മന്ത്രി വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ബോർഡിലെ മന്ത്രിക്ക് തന്നെയാണ് ഹൈറ്റ് കൂടുതൽ. ഇതാണ് പുതിയ ബോർഡിലെ മന്ത്രി. ഇത് സൈഡിലത്തെ ആ ഒരു മൊന പോലത്തെ സാധനമൊക്കെ എനിക്ക് ഇഷ്ടമായി. രണ്ടിൻ്റെ തലക്ക് ഇങ്ങനത്തെ ഒരു കൊമ്പുണ്ട്, പക്ഷേ മൊന പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ഇഷ്ടമായത് പുതിയത് തന്നെയാണ്. അതുകൊണ്ട് പഴയതിന് നമ്മൊരു 6, ഇതിനൊരു 9. ഇത് നമ്മുടെ രാജാവ്. ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയതിന് കുറവാണ്. ഇതെന്താണ്ട് തലയിൽ കുരിശാണ്.
അറിഞ്ഞൂടാ, പള്ളിപ്പെരുന്നാൾ തന്നെ വേണമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ കുരിശുള്ളത് കൊണ്ട് അതെനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് നേരത്തെ തന്നെയാണ് നല്ലത്. ഒരു തലയിൽ ഈ ഒരു സാധനമൊക്കെ കുരിശിനെക്കാട്ടും ബെറ്ററാണ്. അതുകൊണ്ട് അത് ഗിവ് ഇറ്റ് 9. ഇതിന് ഒരു 4. ഇനി നമ്മുടെ പോണ്, അതായത് നമ്മുടെ തേരുന്ന് നമ്മുടെ പടയാളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ പടയാളികൾക്ക് പണ്ട ചെസ് ബോർഡിനെക്കാട്ടും പൊക്കം കുറവാണ് ഇതിനകത്ത്. പിന്നെ ഇതിന് ടെക്സ്ചർ കൊള്ളാം കേട്ടോ. പക്ഷേ ഇതിവിടെ ഈ ഒരു ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. ജസ്റ്റിനൊരു അടിയിൽ ഇങ്ങനത്തെ റൗണ്ട് കൊടുത്ത സാധനമുള്ളൂ, അല്ലാണ്ട് കയറുന്നില്ല. പക്ഷെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഗിവ് ഇറ്റ് 8. പിന്നെ നോക്കുകയാണെങ്കിൽ ടെക്സ്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു 7 ആണ്. പിന്നെ അതേപോലത്തെ ഒക്കെ തന്നെയാണ് ബ്ലാക്കിലും. ഇപ്പം 2 ചെസ് ബോർഡിൻ്റെ റേറ്റും അതേപോലെ തന്നെ റേറ്റിംഗ് അതൊക്കെ നമ്മൾ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓ, ബൈ.